പോപ്പുലർ പേയ്മെന്റ് ഗേറ്റ്വേസ് ഇത് പലപ്പോഴായിട്ട് പലരും ചോദിച്ചൊരു സാധനമാണ്. പേയ്മെന്റ് ഗേറ്റ്വേ ഏതാണ് യൂസ് ചെയ്യുന്നത്? ഇപ്പം ഖത്തറിലും പിന്നെ ഒമാനിലൊക്കെ വെച്ചാൽ വളരെ കുറഞ്ഞ പേയ്മെന്റ് ഗേറ്റ്വേസ് ഉള്ളൂ. പക്ഷേ UAE പോലത്തെ ഒരു കൺട്രീസ് ഐ തിങ്ക് ദർ ഇസ് ഇനഫ് ആൻഡ് മോർ. ഒരുപാട് പേയ്മെന്റ് ഗേറ്റ്വേസ് ഉണ്ട്. ഇപ്പം നമുക്ക് ഇപ്പോൾ എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സർവീസ് ആണെന്നുണ്ടെങ്കിൽ സ്ട്രൈപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ടാപ്പ് ഉണ്ട്, ടാപ്പ് പേയ്മെന്റ്സ് ഉണ്ട്, checkout.com ഉണ്ട്, അതുപോലെ തന്നെ ആമസോണിന്റെ പേയ്മെന്റ്സ് ഉണ്ട്, പേ ഫോർട്ട് എന്ന് പറഞ്ഞിട്ട്, നൂൺ പേയ്മെന്റ്സ് ഉണ്ട്, മൈ ഫത്തൂറ ഉണ്ട്. അപ്പോൾ പേയ്മെന്റ് ഗേറ്റ്വേസ് ഒരുപാട് UAE ടെല്ലർ ഉണ്ട്, TELR ടെല്ലർ ഉണ്ട്, ഒരുപാട് പേയ്മെന്റ് ഗേറ്റ്വേസ് അവൈലബിൾ ആണ്. ഇത് നമ്മളുടെ ആ ഒരു നെഗോസിയേഷൻ സ്കിൽ അനുസരിച്ചിരിക്കും. ആ ട്രാൻസാക്ഷൻ ചാർജസും പെർ ഓർഡർ ചാർജസും അതിനനുസരിച്ചിട്ടിരിക്കും. നമുക്ക് ന്യൂൺ പേയ്മെന്റ്സ് അത്യാവശ്യം വളരെ പെർസെൻറ്റേജ് വളരെ കുറവാണ്. ഇനി അതല്ല നിങ്ങളുടെ ബാങ്ക് ത്രൂ ആണെന്നുണ്ടെങ്കിൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞൊരു നെറ്റ്വർക്ക് വഴി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഈ പേയ്മെന്റ് ഗേറ്റ്വേസ് ഒക്കെ ഇപ്പം ഒരുവിധം പ്ലാറ്റ്ഫോം WooCommerce ആണെങ്കിൽ മെജന്റോ ആണെങ്കിൽ ഷോപ്പിഫൈ ആണെങ്കിൽ ഇവർക്കൊക്കെ പ്ലഗിൻസ് അവൈലബിൾ ആയിരിക്കും അല്ലേ? എല്ലാവർക്കും പ്ലഗിൻ ഉണ്ട്. ഈ ലോജിസ്റ്റിക്സ് കമ്പനീസ് എല്ലാവരും പ്ലഗിൻസ് ഇപ്പൊ കൊടുക്കുന്നുണ്ട്. ഓൾറെഡി പ്ലഗിൻസ് അവൈലബിൾ, റെഡിലി ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഷോപ്പിഫൈ ആണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് UAE എല്ലാത്തിന്റെ പേയ്മെന്റ് ഇതാണ്, ഈസിയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ ഷോപ്പിഫൈ ആരാധകരായി മാറിയത്. ഭയങ്കര ഈസിയാണ്. ഷോപ്പിഫൈ ആണെന്നുണ്ടെങ്കിൽ UAE ആണെന്നുണ്ടെങ്കിൽ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. കാരണം ഫേസ്ബുക്ക് ആണെന്നുണ്ടെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്യാം, ഗൂഗിൾ ആണ് ഇന്റഗ്രേറ്റ് ചെയ്യാം, സ്നാപ്ചാറ്റ്, ടിക്ടോക്ക് ആഡ്സ് എല്ലാം ഫേസ്ബുക്ക് ആയിട്ട് ഇന്റഗ്രേറ്റ് ആണ്. പ്ലസ് ലോജിസ്റ്റിക്സ് കമ്പനീസ് ഓൾമോസ്റ്റ് എല്ലാവരുടെ കയ്യിലും ഷോപ്പിഫൈയുടെ പ്ലഗിൻ ഉണ്ട്, അതുപോലെ തന്നെ പേയ്മെന്റ് ഗേറ്റ്വേസിന്റെ കയ്യിൽ പ്ലഗിൻ ഉണ്ട്. എല്ലാ പ്ലഗിൻസും ഓൾറെഡി അവൈലബിൾ ആണ്. ഇതൊക്കെയാണ് ഇന്നലെ എനിക്ക് ഞാനൊരു സ്ഥലത്ത് ഇന്ററാക്ഷൻ പോയപ്പോൾ സ്റ്റുഡൻസുമായിട്ട് അവർ കസ്റ്റം ബിൽഡ് ചെയ്യാനല്ലേ, കസ്റ്റം ബിൽഡ് ചെയ്ത വെബ്സൈറ്റ് മാത്രമേ ഉള്ളൂ, ബാക്കി സാധനങ്ങൾ ബിൽഡ് ചെയ്യണം. ഇറ്റ് ഈസ് ഗോയിങ് ടു ടേക്ക് യു ഇയേഴ്സ്. പേയ്മെന്റ് ഗേറ്റ്വേ ഇന്റഗ്രേഷൻ, ലോജിസ്റ്റിക്സ് ഇന്റഗ്രേഷൻ. പക്ഷെ ഇതൊക്കെ ബിസിനസ് ചെയ്ത് തുടങ്ങുമ്പോഴാണ് ആൾക്കാർ പഠിക്കുക. ഇങ്ങനെ ഉണ്ടല്ലേ, അങ്ങനെ ഉണ്ട്. മറ്റേ ഷോപ്പിഫൈ ആകുമ്പോൾ നേരെ പോവുക, അങ്ങോട്ട് സെറ്റാക്കുക, പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്യുക, 10 മിനിറ്റ് സാധനം റെഡിയാണ്. ഓക്കെ.